ഖുത്ബിയ്യത്ത് അതിന്റെ വാർഷികം നടത്തപ്പെടുന്ന ഈ സമയം ഔലിയാക്കൾ ആരാണ് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഞാൻ തുടങ്ങി വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പറയാനും അത് പരിസമാപ്തി കുറിക്കാനുമുള്ള യോഗ്യത ഈ സാധുവായ എനിക്കില്ല ഔലിയാക്കളെ പറ്റി പറയാൻ. കാരണം ഞാൻ വലിയല്ല, ഞാൻ വിലായത്തിന്റെ ലോകത്ത് ആരുമല്ല. അവരുടെ ബറക്കത്ത് കിട്ടാൻ വേണ്ടി മാത്രം പറയുന്ന ഒരു സാധുവാൻ. പ്രിയപ്പെട്ടവരെ, ആരാണ് ഔലിയാക്കൾ? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ദീന് ഈ ലോകത്ത് നിലനിർത്താൻ വേണ്ടി അല്ലാഹു തആല നിയോഗിക്കപ്പെട്ടവരാണ് ഔലിയാക്കൾ. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ അനന്തരാവകാശികൾ പണ്ഡിതന്മാരാണ്. അൽ ഉലമാ എന്ന് പറഞ്ഞത് ആരെ പറ്റിയാണ്? അവരാണ് ഔലിയാക്കൾ, അവരാണ് മുത്തഖീങ്ങൾ, അവരാണ് സ്വാലിഹീങ്ങൾ, അവരാണ് സജ്ജനങ്ങൾ. അല്ലാഹുവിന്റെ ദീനീ ലോകത്തെ നിലനിർത്തുന്നത് ഈ ഔലിയാക്കളിലൂടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശേഷം ഇനി ഒരു നബി ഇല്ലേ ഇല്ല. ഖുർആൻ പറഞ്ഞത് കണ്ടില്ലേ? മാകാന മുഹമ്മദുൻ നബാ അഹദിൻ മിർ റിജാലിക്കും വലാകിൻ റസൂലുള്ളാഹി വഖാതിമുൻ നബിയ്യീൻ. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകനാണ്. കേവലം പ്രവാചകനല്ല, ഖാതിമുൻ നബിയ്യീൻ, പ്രവാചകന്മാർക്ക് സമാപനം കുറിക്കാൻ വേണ്ടി വന്ന അന്ത്യപ്രവാചകരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഖാതിമുൻ നബിയ്യീൻ, അന്ത്യപ്രവാചകരാണെന്നാണ് പറഞ്ഞത്. ആ നബിയുടെ ശേഷം ഇനി നബി ഇല്ലേ ഇല്ല. ആ നബിയുടെ ശേഷം ഇനി ഈ ദീന ലോകത്തെ നിലനിർത്തേണ്ടവരാരാണ്? അല്ലാഹുവിന്റെ ഔലിയാക്കളാണ്, ആരിഫീങ്ങളാണ്, മഹത്തുക്കളായ പണ്ഡിതന്മാരാണ്. അവരാണ് ഔലിയാക്കൾ. ദീൻ നിലനിർത്താൻ വേണ്ടി അല്ലാഹു തആല നിയോഗിക്കപ്പെട്ട ആളുകൾ. അവർ കച്ചവടം നടത്താൻ വന്നവരല്ല, അവർ ദുന്യാവ് കൈയടക്കാൻ വന്നവരല്ല, അവർ അധികാരം വെട്ടിപ്പിടിക്കാൻ വന്നവരല്ല, അവർ വ്യാപാര വ്യവസായം നടത്താൻ വന്നവരല്ല. നമുക്കറിയാം, ഇന്ത്യയിലെ ഔലിയാക്കളുടെ സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു, അജ്മീറിൽ മറവിട്ട് കിടക്കുന്ന ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു എവിടുന്ന് വന്ന ആളാണ്? മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിൽ ഇരുന്നുകൊണ്ട് സിയാറത്ത് ചെയ്യുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വപ്നം കാണിക്കുകയാണ്. മുഈനുദ്ദീനോട് പറയാണ്, മോനെ, ഇന്ത്യയില് രാജസ്ഥാൻ എന്ന് പറഞ്ഞൊരു പ്രദേശമുണ്ട്. അവിടെ ഇസ്ലാമില്ലാത്ത സ്ഥലമാണ്, അവിടെ മുസ്ലിമീങ്ങളില്ലാത്ത സ്ഥലമാണ്. നീ അവിടെ പോയിക്കൊണ്ട് അല്ലാഹുവിന്റെ ദീന് പ്രചരിപ്പിക്കണമെന്ന് പറഞ്ഞ് സ്വപ്നത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്ദേശം നൽകിയ ആളാണ് അജ്മീർ ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു. ഈ സ്വപ്നം കണ്ടതിന്റെ ശേഷം മദീനയിൽ നിന്ന് കുതിരപ്പുറത്ത് കയറി ഇറാനിൽ നിന്ന് പഞ്ചാബ് വഴി രാജസ്ഥാനിലെത്തി. രാജസ്ഥാനിൽ നിന്ന് അജ്മീറിൽ വന്ന് അജ്മീർ ഷരീഫിന്റെ തൊട്ടടുത്ത് കാണുന്ന അനാസാഗർ എന്ന് പറയുന്ന തടാകമുണ്ടല്ലോ, ഒരിക്കലും വറ്റി വരളാത്ത തടാകം. ആ തടാകത്തിന്റെ അടുത്ത് വന്നിട്ട് വുളൂ ചെയ്തിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് മഹാനവർകൾ അവിടെ ഇരുന്ന് ദ്വാരക്കുകയാണ്. പടച്ചവനെ, നിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ പറഞ്ഞതനുസരിച്ച് ഞാനിവിടെ വന്നിരിക്കുകയാണ് അല്ലാഹുവിന്റെ ദീന് പ്രചരിപ്പിക്കാൻ. റബ്ബേ, നീ സഹായിക്കണേ എന്ന് പറഞ്ഞു ഖാജ റളിയല്ലാഹു അൻഹു ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അക്കാലത്ത് രാജസ്ഥാൻ ഭരിച്ചിരുന്ന രജപുത്ര രാജാക്കന്മാരാണ്. രാജാവിന് വിവരം കിട്ടി, അറേബ്യ നാട്ടിൽ നിന്ന് കുറച്ചാളുകൾ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അവർ ഇവിടെ യുദ്ധം ചെയ്ത് നാട് വെട്ടിപ്പിടിക്കാനോ കൊള്ളയടിക്കാനോ സമ്പത്ത് കൈയടക്കാനും വന്നവരാണ്. അതുകൊണ്ട് അവരെ തകർത്ത് തരിപ്പണമാക്കി കൊന്നുകളയാൻ രജപുത്ര രാജാവ് ഓർഡറിട്ടു. രജപുത്ര രാജാവിന്റെ പട്ടാളം ഖാജാനെ കൊല്ലാൻ, ഖാജായുടെ മുരീദന്മാരെ കൊല്ലാൻ ഒരു വലിയ വ്യൂഹമായി ആ നദീകരക്കിലേക്ക് വരികയാണ്, ആ തടാകത്തിന്റെ കരക്കിലേക്ക് വരികയാണ്. ആ സമയം ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു എന്തെടുക്കുകയാണ്? നിസ്കരിക്കുകയാണ്.
നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയപ്പോ പട്ടാളക്കാർ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, ഓ മഹാനവർകളെ, മഹാത്മാവേ, നിങ്ങൾ ഈ രാജ്യം വിട്ടു പോകണം. എന്തുകൊണ്ട്? രാജാവിന്റെ ഉത്തരവാണ്. രാജാവിന്റെ സമ്മതം കൂടാതെ, രാജാവിന്റെ അനുമതിയില്ലാതെ ഈ രാജ്യത്തേക്ക് കടന്നു വന്നതിന് നിങ്ങളെ കൊന്നുകളയാനാണ് രാജാവ് ഓർഡർ ഇട്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് രാജ്യം വിട്ടു പോകണം, വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോകണം എന്ന് പറഞ്ഞപ്പോൾ ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു പറയാണ്, ഓ പട്ടാളക്കാരെ, ഞാൻ ഈ രാജ്യം വെട്ടിപ്പിടിക്കാനോ രാജാവിന്റെ കൊട്ടാരത്തിൽ കണ്ണുവച്ചോ ഇവിടെ ഭരണം നടത്താനോ വന്ന ഭരണാധികാരിയാവാനോ വന്ന ആളല്ല. ഞാൻ വന്നിരിക്കുന്നത് എന്റെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ കാണിച്ചതനുസരിച്ച് അജ്മീറിൽ വന്നുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ദീനുൽ ഇസ്ലാം പ്രബോധനം ചെയ്യാൻ വേണ്ടി വന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ രാജാവിനോട് ഞാൻ യുദ്ധത്തിനില്ല, കലാപത്തിനില്ല, ഭരണത്തിനില്ല, മത്സരിക്കാനില്ല, MLA ആവാനില്ല, MP ആവാനില്ല, പഞ്ചായത്ത് പ്രസിഡന്റ് ആവാനില്ല, ഞാൻ രാജാവാകാനില്ല, ഞാനിവിടെ അല്ലാഹുവിന്റെ ദീന് പ്രചരിപ്പിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പട്ടാളക്കാര് പറഞ്ഞു, രാജാവേ, അതേ രാജാവിന്റെ ഓർഡറാണ് ഖാജാ, നിങ്ങളോട് നാട് വിട്ടുപോകാൻ അത് പാലിക്കപ്പെടാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. നിങ്ങൾ നാട് വിട്ടുപോകാൻ തയ്യാറായിട്ടില്ലെങ്കിൽ നിങ്ങളെ കൊന്നുകൊണ്ട് തലയറുത്ത് ചെല്ലാനാണ് ഓർഡറുള്ളത്. അത് പറഞ്ഞപ്പോ ഖാജാക്ക് സംഗതിയുടെ ഗൗരവം മനസ്സിലായി. ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു എന്തു ചെയ്തു? അനാസാഗർ എന്ന് പറയുന്ന തടാകത്തിലേക്ക് അങ്ങ് ഇറങ്ങുകയാണ്. ആ തടാകത്തിൽ നിന്ന് കുറച്ച് വെള്ളമിങ്ങ് മുക്കിയെടുക്കുകയാണ്. എന്നിട്ട് തന്റെ കയ്യിലുള്ള ഒരു ചെറിയ പാത്രത്തിൽ അങ്ങ് ഒഴിക്കുകയാണ്. ആ പാത്രം അങ്ങ് അടയ്ക്കുകയാണ്. ലോക ചരിത്രത്തിൽ ഒരിക്കലും വറ്റാത്ത തടാകമാണ് അനാസാഗർ. ഖാജാ മുഈനുദ്ദീൻ റളിയല്ലാഹു അൻഹു തന്റെ കറാമത്ത് കൊണ്ട് ഒരുപിടി വെള്ളം എടുത്തിട്ട് തന്റെ കയ്യിലുള്ള പാത്രത്തിൽ അങ്ങ് വെച്ചപ്പോൾ ആ തടാകത്തിലെ വെള്ളം അതാ ക്രമേണ 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 ചുരുങ്ങി 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 പെട്ടെന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തടാകം മുഴുവൻ വറ്റി വരണ്ട് വിണ്ട് കീറുകയാണ്. ഇത് കണ്ട പട്ടാളക്കാർ പേടിച്ചു പറക്കുകയാണ്. അവർ രാജാവിന്റെ സന്നിധാനത്തിൽ ചെന്ന് പറയാണ്, പ്രഭോ, അവിടെ വന്നിരിക്കുന്ന ആള് ചില്ലറക്കാരനല്ല, അയാൾ ഒരു വലിയ മന്ത്രവാദിയാണ്. ഒരിക്കലും പറ്റാത്ത അനാസാഗർ നദിയിലെ വെള്ളമോ അയാള് വറ്റിച്ചു കളഞ്ഞു രാജാവേ. അതുകൊണ്ട് നമ്മളയാളോട് യുദ്ധത്തിന് പോയിട്ട് കാര്യമില്ല. നമ്മുടെ 10,000-കണക്കായ സൈന്യങ്ങളുണ്ടായാലും അയാളുടെ മന്ത്രവാദ പ്രവർത്തനം കൊണ്ട് അയാൾ നമ്മളെ കൊന്നുകളയോ. അതുകൊണ്ട് നല്ലൊരു മന്ത്രവാദിയെ വിളിച്ചു വരുത്തണോ. രാജാവ് ഓർഡറിട്ടു. ആരെവിടെ? നമ്മുടെ കൊട്ടാരത്തിലുള്ള ഏറ്റവും വലിയ മന്ത്രവാദിയെ വിളിച്ചു കൊണ്ടുവരാൻ കൽപ്പിച്ചു. അക്കാലത്ത് ഏറ്റവും വലിയ യോഗിയായ ഒരു സന്യാസി, ഒരു മന്ത്രവാദി വന്നു. രാജാവ് പറഞ്ഞു, നീ പോയിട്ട് ആ മുഈനുദ്ദീനെ കൊന്നിട്ട് അയാളുടെ തലയെടുത്തു വാ, നിന്റെ മന്ത്രവാദം കൊണ്ട്. ആ സന്യാസി വരികയാണ്. അനാസാഗർ തീരത്തിരിക്കുന്ന ഖാജാ റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തെത്തുകയാണ്. ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹുവിനോട് ഈ സന്യാസി വന്നിട്ട് ചോദിക്കുകയാണ്, ഞാൻ ആരാണെന്ന് നിനക്കറിയോ? സന്യാസി ചോദിക്കുകയാണ്, ഖാജാട്, ഞാൻ ആരാണെന്ന് നിനക്കറിയോ? ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അറിയില്ല. ആ സന്യാസി പറഞ്ഞു, ഞാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ മന്ത്രവാദികളിൽ ഒരാളാണ്. ഏത് തരത്തിലുള്ള മന്ത്രവാദം ചെയ്യാനും സിഹ്ർ ചെയ്യാനും ആഭിചാരം ചെയ്യാനും എനിക്ക് കഴിവുണ്ട്. എന്റെ കയ്യിൽ അതിനുള്ള മൂർത്തികളും അതിനുള്ള മറ്റുള്ള സംവിധാനങ്ങളും ഉണ്ട്. അതുകൊണ്ട് നീ ആ നദിയിലെ വെള്ളം വറ്റിച്ച് കാണിച്ച മന്ത്രവാദം തിരിച്ചു ചെയ്ത് ആ നദിയിൽ വെള്ളം ഉണ്ടാക്കി എത്രയും പെട്ടെന്ന് നീ നാട് വിട്ടു പോകണം. ഇല്ലെങ്കിൽ നിന്നെ കൊന്നിട്ടേ ഞാനിവിടുന്ന് പോകുകയുള്ളൂ എന്ന് ആ മന്ത്രവാദിയായ സന്യാസി പറഞ്ഞപ്പോൾ ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത്, ഓ മന്ത്രവാദി, നിന്റെ രാജാവിനോട് പറ, ഞാൻ യുദ്ധത്തിന് വന്ന ആളല്ല, ഭരണം പിടിച്ചെടുക്കാനും വന്ന ആളല്ല, പണം ഉണ്ടാക്കാനും വന്ന ആളല്ല, ഞാൻ അല്ലാഹുവിന്റെ ദീന് പ്രചരിപ്പിക്കാൻ വന്ന ആളാണ്. അതുകൊണ്ട് നിന്റെ രാജാവിനോട് പറ,
ഞാൻ ദീൻ പ്രചരിപ്പിച്ചോട്ടെ. ആ സമയം ഈ മന്ത്രവാദി ഖാജാട് പറയാണ്, മൊഈനുദ്ദീൻ, നിനക്കിഞ്ഞിവിടെ ഒരു സെക്കൻഡ് സമയം പോലുമില്ല. അതുകൊണ്ട് നീ നാട് വിടണം. നിന്റെ കയ്യിലുള്ള വെള്ളം അനാസാഗര നദിയിലേക്ക് ഒഴിക്കണം. എന്നിട്ട് ആ ജലം പഴയതുപോലെ നീ നിറയ്ക്കണം. നിന്റെ മന്ത്രവാദ പ്രവർത്തനം അവസാനിപ്പിക്കണം. ഖാജാ മൊഈനുദ്ദീൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മന്ത്രവാദം ചെയ്തിട്ടില്ല. ആ നദിയിലെ വെള്ളം വറ്റിച്ചത് അല്ലാഹുവാണ്. അല്ലാഹു റഹീമായ റബ്ബിന്റെ ഖുദ്റത്താണ്. അതുകൊണ്ട് എനിക്ക് മതം പ്രചരിപ്പിക്കാനുള്ള സമ്മതം തരണമെന്ന് പറഞ്ഞപ്പോൾ മന്ത്രവാദി പറഞ്ഞു, നിന്നോട് തർക്കിച്ചു നിൽക്കാൻ ഞാനാണല്ല, നിന്നെ കൊല്ലാൻ പോകുകയാണെന്ന് പറയുകയോ. അജ്മീറിന്റെ 4 ഭാഗത്ത് കാണുന്ന കുന്നുകളിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് മന്ത്രവാദി മന്ത്രം ചൊല്ലുകയാണ്. ഇന്ദ്രൻ മിത്രൻ വരുൺ മഗ്നിമാഹൂ ഭൂതസ്യ ജാതപതിരേക ആസീൻ. ഇന്ദ്രൻ മിത്രൻ വരുൺ മഗ്നിമാഹൂ ഭൂതസ്യ ജാതപതിരേക ആസീദ്. എന്താണ് വിളിച്ചു പറയുന്നത്? ഋഗ്വേദത്തിലുള്ള മന്ത്രമാണ് ഞാൻ ചൊല്ലിയ മന്ത്രം. ഋഗ്വേദത്തിലുള്ള മന്ത്രം എന്താണ് അതിൽ പറയുന്നത്? അഗ്നി ദൈവമാണ്, പാമ്പ് ദൈവമാണ്, മറ്റുള്ള സാധനങ്ങളൊക്കെ ദൈവങ്ങളാണ്, ആരാധനാമൂർത്തികളാണ് എന്ന് അർത്ഥം വരുന്ന മന്ത്രമാണ്. ഈ മന്ത്രവാദി അതാ അജ്മീറിന്റെ കുന്നിലേക്ക് കൈ ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് പറയുകയാണ്, പാമ്പുകളെ ഓടിവരൂ, ഈ നിൽക്കുന്ന ദുർമന്ത്രവാദിയെ കൊത്തിക്കൊല്ലൂ എന്ന് സന്യാസി വിളിച്ചു പറഞ്ഞപ്പോൾ അജ്മീറിലെ മലയുടെ പൊത്തുകളിൽ നിന്ന് ഉഗ്രതാപിയായ പാമ്പുകൾ പണം വിടർത്തിക്കൊണ്ട് പത്തി വിടർത്തിക്കൊണ്ട് ചീറി ഖാജാ ഹുസൈൻ മൊഈനുദ്ദീൻ റളിയല്ലാഹു അൻഹുവിനെ കൊത്തിക്കൊല്ലാൻ വേണ്ടി ഉഗ്രമായ രാജവമ്പാലകള്, വിഷം ചീറ്റുന്ന പാമ്പുകള് പത്തി വിടർത്തിക്കൊണ്ട് പണം വിടർത്തിക്കൊണ്ട് ഓടിവരികയാണ്. ആ സമയത്ത് ഖാജാ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുള്ള മുരീദന്മാര് പറയാണ്, തങ്ങളെ, ആ പാമ്പുകൾ വന്ന് നമ്മളെ കൊത്തിയാൽ ഉടനെ തന്നെ നമ്മളങ്ങ് മൗത്താകുമല്ലോ. ഖാജ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, നിങ്ങൾ സമാധാനിക്കണോ, കാരണം അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. അല്ലാഹു ഹാളിരി, അല്ലാഹു നാളിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്, നിങ്ങൾ സമാധാനിക്കണോ എന്ന് പറഞ്ഞു. ആ പാമ്പുകൾ വന്നിട്ട് ഖാജാ മൊഈനുദ്ദീൻ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഇങ്ങനെ വന്നിട്ട് പത്തി വിടർത്തിയിട്ട് ചീറ്റുകയാണ്. കൊത്താൻ വേണ്ടി മുന്നോട്ട് ങ്ങാഞ്ഞപ്പോൾ ഖാജാ മൊഈനുദ്ദീൻ റളിയല്ലാഹു അൻഹു ആ പാമ്പുകളുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, ഖാല മൂസാ മാ ജിഅ്തും ബിഹി സിഹർ ഇന്നല്ലാഹ സയുബ്തിൽഹു ഇന്നല്ലാഹ ലാ യുസ്ലിഹു അമലൽ മുഫ്സിദീൻ. കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊല്ലാൻ വേണ്ടി പറഞ്ഞയച്ച പാമ്പുകളെ കൊല്ലാൻ മൂസാ നബിയുടെ കയ്യിലുണ്ടായിരുന്ന വടി നിലത്തിട്ടപ്പോൾ അത് വലിയ പാമ്പായിട്ട് മറ്റുള്ള പാമ്പുകളെ പിടിച്ചു വിഴുങ്ങിയ സംഭവം ഖുർആനിൽ പറയുന്നുണ്ട്. ഖാജ റളിയല്ലാഹു അൻഹു ആയത്തങ്ങ് ഒതിയിട്ട് ആ പാമ്പുകളുടെ നേരെ കയ്യങ്ങ് അടിച്ചപ്പോൾ ആ പാമ്പുകളൊക്കെ ചത്ത് തരിപ്പണമായി വെന്ത് വെണ്ണീറായി നീറി ഉരുകിപ്പോയി. മന്ത്രവാദിയുടെ ആദ്യത്തെ പരീക്ഷണം പരാജയപ്പെട്ടപ്പോ ആ മന്ത്രവാദി പറഞ്ഞു, ആഹാ, നീ കുറച്ചൊക്കെ അറിയുന്ന ആളാണില്ലേ, എന്നാൽ രണ്ടാമത്തെ എന്റെ മന്ത്രവാദത്തിന്റെ മുമ്പില് പിടിച്ചു നിൽക്കാനുള്ള ശക്തി നിനക്കുണ്ടാവില്ല. അതെന്താണ്? ആ മന്ത്രവാദി അന്തരീക്ഷത്തിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, അഗ്നി ദൈവമേ വരൂ, ഈ ഖാജാനെ ചുട്ടരിച്ചു കളയൂ എന്ന് പറഞ്ഞപ്പോൾ ആകാശത്തുനിന്നൊരു തീഗോളം ഇറങ്ങി വരികയാണ്. ഒരു തീയിന്റെ ഉണ്ട വരികയാണ്. ആ തീയിന്റെ ഉണ്ട ഖാജാ മൊഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹുവിന്റെ നേർക്ക് പാഞ്ഞു വരികയാണ്. അതെങ്ങാനും വേല് തട്ടിയാൽ ഭസ്മമായി പോകുമ്പോനെ അത്ര ശക്തമായ തീയിന്റെ ഉണ്ടയാണ്, ഗോളമാണ് പാഞ്ഞു വരുന്നത്. ഖാജാ മൊഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് തീയങ്ങ് അടുക്കാറായപ്പോൾ
ഖാജ റളിയല്ലാഹു അൻഹു അവിടുത്തെ വലത്തെ കൈയിന്റെ മുസബ്ബഹ വിരൽ ഇങ്ങനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഖുല്ലാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹീം. ഇബ്രാഹിം നബിയെ അഗ്നികുണ്ഡാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ സമയത്ത് അല്ലാഹ് പറഞ്ഞതാണ് തീയിനോട്, യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹീം, ഇബ്രാഹിം നബിക്ക് നീ എയർ കണ്ടീഷൻ ആവണം തീയെ, തണുപ്പും ചൂടും സമ്മിശ്രമായി കൊടുക്കണം തീയെ എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി 3 ദിവസം തീയിൽ കിടക്കുകയോ ഒരു രോമത്തിന് പോലും കേട് സംഭവിക്കാതെ നമ്രൂദിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു എന്ന സംഭവം വളരെ വ്യക്തമാണ്, നമുക്കറിയാമല്ലോ. ഈ ആയത്തങ്ങോദിയപ്പോൾ ആകാശത്തുനിന്ന് ചീറി വന്നിരിക്കുന്ന തീഗോളം അതാ വെണ്ണീറായി പോയി. ഖാജാനെ തൊടാൻ പറ്റിയില്ല, ഖാജാടെ ഏഴയലത്ത് അടുക്കാൻ പറ്റിയില്ല. മന്ത്രവാദിയുടെ രണ്ടാമത്തെ മന്ത്രവാദവും ഖാജ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു തകർത്തെറിഞ്ഞപ്പോൾ മന്ത്രവാദി അടുത്തെടുത്ത മന്ത്രവാദം ഏതാണെന്നറിയോ? അയാൾ പറഞ്ഞു, ഖാജ നീ എന്റെ 2 മന്ത്രവാദവും തകർത്തു, ഇനി എന്റെ കയ്യിലുള്ള മന്ത്രവാദത്തിലെ അവസാനത്തെ ആയുധം ഞാൻ ചിറകില്ലാതെ ആകാശത്തിലൂടെ പറക്കാൻ പോവുകയാണ്. ചിറകില്ലാതെ ആകാശത്തിലൂടെ പറക്കുക. അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ ചിലർ ആകാശത്തിലൂടെ പറന്നതായി ഇസ്ലാമിക ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അഹ്മദ് അൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു, സുൽത്താനുൽ ആരിഫീൻ അഹ്മദ് അൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു മഹാനവർകൾ ഖൽവത്തിലിരിക്കുന്ന സമയം, ഖൽവത്ത് എന്ന് പറഞ്ഞാൽ ഔലിയാക്കളിൽ ചില സമയത്ത് ഒരാളെയും സന്ദർശകരെ ആരും സ്വീകരിക്കാതെ ഒറ്റക്ക് അല്ലാ 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 എന്ന് മാത്രം ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. ആ സമയത്ത് ഒരാളെയും അവർ കാണില്ല, ഒരു സന്ദർശകരെയും സ്വീകരിക്കില്ല. അതിനാണ് ഖൽവത്തിലിരിക്കുക എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട വലിയുള്ളാഹി CM അബൂബക്കർ മുസ്ലിയാർ മടവൂര്, അള്ളാഹു മഹാനവരുകളുടെ ബറക്കത്ത് നമ്മുടെ മജ്‌ലിസിൽ തരട്ടെ, ആമീൻ. മഹാനായ CM വലിയുള്ളാഹിന്റെ ഹയാത്ത് കാലത്ത് നിങ്ങളൊക്കെ കണ്ടവരിൽ പലരും ഉണ്ടാവും. CM വലിയുള്ളാഹി താമസിക്കുന്ന ചില സമയം വീട്ടിലേക്ക് ആളെ കയറ്റാറില്ല. എന്താ കാരണം? അന്ന് ഖൽവത്ത, ഒരാളെയും കയറ്റാറില്ല, അന്ന് സന്ദർശകരെ അനുവദിക്കാറില്ല. അതാണ് ഔലിയാഇന്റെ ഖൽവത്ത്. ഒറ്റക്കിരിക്കുക, തനിച്ചിരിക്കുക, അള്ളാഹു മാത്രമായിട്ട്, അള്ളാഹുവിനെ മാത്രം വരവേൽപ്പിച്ചുകൊണ്ട് ഔലിയാക്കൾ ഒറ്റക്കിരുന്നുകൊണ്ട് ഇബാദത്തെടുക്കുന്ന ഒരു മർത്തബയാണ്, ഒരു ദറജയാണ്, ഒരു സ്റ്റാറ്റസ് ആണ് ഖൽവത്ത്. അഹ്മദ് അൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു ഖൽവത്തിലിരിക്കുന്ന സമയം അഹ്മദ് അൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങളുടെ മകനായ അദ്ദേഹം ഔലിയാക്കളിൽപ്പെട്ട ആളാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ഹസൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റിഫായി ശൈഖിന്റെ പെങ്ങളുടെ മകനാണ് ഹസൻ. ആ ഹസൻ തങ്ങൾ പറയാണ്, ഞാൻ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ കാവൽ നിൽക്കുന്ന മുരീദായിരുന്നു. റിഫായി ശൈഖ് ഖൽവത്തിലിരിക്കുമ്പോൾ ആ സമയത്ത് ആകാശത്തിലൂടെ 2 ലൈറ്റ് ഇട്ടിട്ട് ഒരു മനുഷ്യൻ പറന്നു വന്നു. ഒരാൾ ആകാശത്തിലൂടെ പറന്നു വന്നു, റിഫായി ശൈഖിന്റെ വീടിന്റെ ഉമ്മറത്ത് ഇറങ്ങി. അയാള് വന്നിട്ട് പറഞ്ഞു, എനിക്ക് അഹ്മദ് അൽ കബീർ റിഫായി തങ്ങളെ കാണണം. ആ സമയത്ത് അബുൽ ഹസൻ റളിയല്ലാഹു അൻഹു പറയാണ്, കാണാൻ പറ്റൂല, ഈ സമയം ആർക്കും അനുമതിയില്ല, അവര് ഖൽവത്തിലാണ്. ആ സമയത്ത് ആകാശത്തിലൂടെ ലൈറ്റ് കത്തിച്ച് പറന്നു വന്ന ഈ മനുഷ്യൻ പറയുകയാണ്, എനിക്കങ്ങോട്ട് കയറാൻ വാതിൽ തുറക്കേണ്ട ആവശ്യമില്ല, അത് അടഞ്ഞു കിടക്കുന്ന വാതിലുണ്ടാവട്ടെ, കോട്ടകൊത്തുള്ള ഗോപുരങ്ങളാവട്ടെ, ഏത് കൽമതിലുകളാവട്ടെ, എനിക്ക് കടക്കാൻ അത് തടസ്സമല്ല എന്ന് പറയുകയോ അദ്ദേഹം പെട്ടെന്ന് വാതിൽ പഴുതിന്റെ ഉള്ളിലൂടെ അങ്ങ് നുടഞ്ഞു കയറുകയും ചെയ്തു. വാതിൽ അടച്ചിട്ട വാതിൽ തുറക്കാതെ അതിന്റെ
ഉള്ളിലേക്ക് പ്രകാശപരമായി കടന്നു ചെന്നു. അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. ഔലിയാക്കളുടെ ലോകം വല്ലാത്ത ലോകമാണ്. റിഫായി ശൈഖും ബഹുമാനപ്പെട്ട ഈ വലിയും തമ്മിൽ സംസാരിച്ചു. സംസാരം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി വന്നതും അങ്ങനെ വാതിൽ തുറക്കാതെയാണ്. വാതിലിനൊരു കേടുപാടുമില്ല. വാതിൽ തുറക്കാതെ പുറത്ത് കടന്നിട്ട് നേരത്തെ വന്ന പോലെ ഈ വ്യക്തി രണ്ട് ചിറകില്ലാതെ ലൈറ്റ് കത്തിച്ചിട്ട് ആകാശത്തിലേക്കങ്ങ് ഉയർന്നിട്ട് പറന്നങ്ങ് പോയി. അപ്പൊ ഔലിയാക്കളിൽ പറന്നുപോയ ആളുകളുണ്ട്, ഔലിയാക്കളിൽ വെള്ളത്തിന്റെ മുകളിൽ നടന്നുപോയ ആളുകളുണ്ട്, ഔലിയാക്കളിൽ തീയിന്റെ മുകളിലൂടെ നടന്നുപോയ ആളുകളുണ്ട്. അല്ലാഹു തആല അവർക്ക് വലിയ കറാമത്തുകൾ കൊടുത്തിട്ടുണ്ട്. ഞാനിത് പറയാനുള്ള കാരണം ബഹുമാനപ്പെട്ട ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു, ആ മുഈനുദ്ദീൻ റളിയല്ലാഹു അൻഹുവിനോട് മന്ത്രവാദി പറയുകയാണ്, മുഈനുദ്ദീൻ, എന്റെ അവസാനത്തെ അടവെന്താണെന്നറിയോ? ആകാശത്തിലൂടെ പറക്കലാണ്. ഞാൻ ലൈറ്റ് കത്തിക്കാതെ, ഞാൻ ചിറകില്ലാതെ പറക്കാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് അയാളങ്ങ് പറന്നു ആകാശത്തില്. എന്നിട്ട് മുകളിൽ പോയിട്ട് അയാൾ കയ്യിലുള്ള കല്ലെടുത്തിട്ട് ഖാജാനെ എറിയുകയാണ്, മുരീദന്മാരെ എറിയുകയാണ്. പല മുരീദന്മാരുടെയും ശരീരത്തിൽ ഏറുകൊണ്ടിട്ട് ചോര വരാൻ തുടങ്ങി. ആ സമയം ഖാജാ റളിയല്ലാഹു അൻഹുവിനോട് മുരീദന്മാര് വന്നിട്ട് പറയാണ്, തങ്ങളെ അയാളെ ഒന്ന് നിലക്ക് നിർത്തണേ, അയാളെ ഒന്ന് നിലക്ക് നിർത്തണേ. ആ സമയത്ത് ഖാജാ മുഈനുദ്ദീൻ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യുകയാണ്? അവിടുത്തെ കാലിൽ കിടക്കുന്ന ചെരിപ്പിന്റെ പഴയകാലത്തെ മെഗിഡി എന്ന് പറയുന്ന ചെരിപ്പ്, മെഗിഡി മരത്തിന്റെ ചെരിപ്പാണ്, അതിന് മെഗിഡി എന്നാണ് പറയുക. പഴയകാലത്ത് ആളുകൾ ധരിച്ചിരുന്നത് മെഗിഡിയാണ്. പഴയകാലത്ത് ആളുകൾ വുളൂ ചെയ്ത് ചേരുന്നത് മെഗിഡിയുടെ മുകളിലാണ്. ആ മെഗിഡി എടുത്തിട്ട് ആകാശത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറയാണ്, ആ കല്ലനെ പിടിച്ച് കീപ്പോട്ടിറക്ക്. ഖാജ റളിയല്ലാഹു അൻഹുവിന്റെ മെഗിഡി അങ്ങ് പറന്നു ചെന്നിട്ട് ആ ദുർമന്ത്രവാദിയായ സന്യാസിയുടെ തലക്കങ്ങടിക്കാൻ തുടങ്ങി. അടികൊണ്ട് നിൽക്കാൻ വയ്യാതെയായപ്പോ, സഹികെട്ടപ്പോ അവൻ നിലത്തിറങ്ങി വരികയാണ്. എന്നിട്ട് ഖാജാ മുഈനുദ്ദീൻ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വന്നിട്ട് പറയാണ്, അങ്ങ് മന്ത്രവാദിയല്ല, അങ്ങ് ആഭിചാരക്കാരനല്ല, അങ്ങ് സിഹ്ർപണിക്കാരനല്ല, അങ്ങ് ഏതോ ദിവ്യ സന്ദേശം ഉൾക്കൊള്ളുന്ന ആളാണെന്ന് എനിക്ക് വ്യക്തമായിരിക്കുന്നു. അതുകൊണ്ട് അങ്ങ് പറയുന്ന എന്തും ഞാൻ ചെയ്യാൻ, ഞാൻ എന്ത് വേണമെന്ന് പറ എന്ന് പറഞ്ഞപ്പോൾ ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു അയാളോട് പറയുകയാണ്, വഖുൽ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലടോ എന്ന് പറഞ്ഞു. ആ മന്ത്രവാദി ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം ആവുകയോ. അതോടുകൂടെ 15,000-ഓളം വരുന്ന ആളുകൾ ആ ഒരൊറ്റ ദിവസം ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തു ഈ കറാമത്ത് കൊണ്ട്. ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഒരൊറ്റ കറാമത്ത് കൊണ്ട് 15,000 ആളുകള് അജ്മീറിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന്, രാജസ്ഥാനിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഞാനിത് പറയാനുള്ള കാരണം, ഔലിയാക്കൽ അവരെ അല്ലാഹു തആല നിയോഗിച്ചത് എന്തിനാണ്? ദീൻ പ്രചരിപ്പിക്കാനാണ്, മതം പ്രചരിപ്പിക്കാനാണ്. നമ്മളിവിടെ ഖുതുബിയ്യത്ത് ചൊല്ലുന്ന ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബ് ഗൗസുൽ അഅ്ദം അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അദീദ് തങ്ങള് ലോകത്ത് ഇസ്ലാമിക പ്രബോധനം നടത്തിയ അല്ലാഹുവിന്റെ ദീനാകുന്ന സുന്നത്ത് ജമാഅത്ത് ലോകത്തെ നിലനിർത്താൻ വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച ആളാണ് ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. ഞാൻ പറഞ്ഞല്ലോ, 40 കൊല്ലം മുഹയ്യിദ്ദീൻ ശൈഖ് വഅദ് പറഞ്ഞു. അതിന്റെ ഇരട്ടി കൊല്ലം ദർസ് നടത്തി. ആയിരക്കണക്കിന് പണ്ഡിതന്മാർ, ആയിരക്കണക്കിന് ശിഷ്യന്മാർ, അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു മുരീദന്മാരെ വാർത്തെടുത്തു. സുബ്ഹാനല്ലാഹ്. അപ്പൊ ദീനിന് ഒരു തകരാറ് വരുമ്പോ ആ ദീന് നിലനിർത്തുന്നവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. അതിനുവേണ്ടി അവർ കറാമത്ത് കാണിക്കും, അത്ഭുതങ്ങൾ പലതും കാണിക്കും. എന്തിനാ കാണിക്കുന്നത്? അല്ലാഹുവിന്റെ ദീന് നിലനിർത്താനാണ്. നിങ്ങൾ കണ്ടോ, ബഹുമാനപ്പെട്ട മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അദീദ് തങ്ങൾ, ഇപ്പൊ നമ്മൾ മുഹയ്യിദ്ദീൻ ശൈഖിന്റെ ഖുതുബിയ്യത്ത് ചെല്ലുമ്പോ
അതിലുള്ള ഒരു വരിയാണ് എന്താ, ഉമയ്യൂനാദി സീമി അൽഫം ബി ഖൽവതിഹി അസ്മം ബി ഹിമ്മതിഹി ശർമല്ലി വഫവതിഹി അജബ്തുഹു മുസ്രിഅൻ മിൻ അജലി ദഅവതിഹി ഫൽയദ്ഉ യാ അബ്ദൽ ഖാദിർ മുഹയ്യി അദ്ദീനി യാ മുഹയ്യി الدين يا محيي الدين يا محيي الدين يا عبد القادر جيلاني بعد الصلاة سنتي أشرت من ركعة 12 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചതിന്റെ ശേഷം ആരെങ്കിലും ഒറ്റക്കിരുന്നു കൊണ്ട് വമയുനാദിസ്മി എന്റെ പേര് വിളിച്ചാൽ എങ്ങനെ വിളിക്കണം മോനെ? യാ ശൈഖ് യാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി യാ ശൈഖ് യാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് ആരെങ്കിലും 1000 വട്ടം എന്നെ കൊണ്ട് സഹായം തേടിയാൽ അജബ്തുഹു മുസ്രിഅൻ അവന് ആ സമയത്ത് തന്നെ അവന്റെ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യും. മിൻ അജലി ദഅവതിഹി അവൻ എന്നെ വിളിച്ച കാരണത്തിന് വേണ്ടി ഏത് കോണിൽ നിന്ന് വിളിച്ചാലും, ഒരാള് അമേരിക്കയിൽ നിന്ന് ഇപ്പൊ മുഹയ്യിദ്ദീൻ ശൈഖിനെ വിളിക്കുകയാണ്, വേറൊരാള് പൊന്നാനി ഖിദ്ർ പള്ളിയിൽ നിന്ന് വിളിക്കുകയാണ്, വേറൊരാള് ആഫ്രിക്കയിൽ നിന്ന് വിളിക്കുകയാണ്, വേറൊരാള് അബൂദാബിയിൽ നിന്ന് വിളിക്കുകയാണ്, വേറൊരാള് ഖത്തർ നിന്ന് വിളിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, വേറൊരാള് വേറെ ലോകത്തുനിന്ന് വിളിക്കുകയാണ്. എന്നാൽ 40 ആള് 40 സ്ഥലത്തുനിന്ന് ഒരേ സമയത്ത് മുഹയ്യിദ്ദീൻ ശൈഖിനെ ഹാദിറാകാൻ വിളിച്ചാൽ 40 ആളുടെ വിളിക്ക് ഒരേ സമയത്ത് ഒരേ സെക്കൻഡില് ഇജാബത്ത് നൽകാനുള്ള പവർ അല്ലാഹു അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന് കൊടുത്തിട്ടുണ്ട് മോനെ, കൊടുത്തിട്ടുണ്ട് മോനെ. ഇതിന് എത്രയോ ചരിത്രങ്ങൾ ഈ സാധുവായന്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഒരു അനുഭവ ചരിത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം. ഇവിടെ ചിലപ്പോൾ ഈ നാട്ടിലും ജോലി ചെയ്യുന്ന ഉസ്താദുമാരോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരൊക്കെ ഉള്ള സ്ഥലമാകാം വയനാട്. വയനാടില് തരുവണ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. വയനാടില് തരുവണ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. ആ തരുവണയിൽ ഞാൻ ഒരു 15 കൊല്ലം മുമ്പേ വായതിന് പോയി. ആ സമയത്ത് ബഹുമാനപ്പെട്ട ആ തരുവണയിലെ മുദരിസ് എന്നോടൊരു സംഭവം പറഞ്ഞു. അവിടെ മുത്താറി എന്ന് പറയുന്ന ഒരു കൃഷി ആ നാട്ടിലെ ജനങ്ങൾ ചെയ്തിരുന്നു. ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ഞാനിത് പണ്ടേ പ്രസംഗിച്ചപ്പോ വഹാബികളും ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകളും എന്റെ പ്രസംഗം ക്ലിപ്പിറക്കിയിട്ട് പറഞ്ഞു, മുള്ളൂർക്കര പറയുന്നത് തെറ്റാണ്, കള്ളത്തരമാണ്, നുണ പറയാണ്. എന്താണ് ഞാൻ പ്രസംഗിച്ചത്? വയനാട്ടിൽ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് നേരിട്ട് ഇറങ്ങി വരികയും അവിടെ തന്റെ സഹായം ചോദിച്ച ആളുകളെ സഹായിക്കുകയും ചെയ്തു. അത് വയനാട് ജില്ലയിലെ കാളി എന്ന് പറയുന്ന ഒരു പെണ്ണ് കണ്ടു. മുസ്ലിമല്ല കണ്ടത്, കാളിയാണ് മുഹയ്യിദ്ദീൻ ശൈഖിനെ കണ്ടത്. അവൾ കൽപ്പറ്റ കോടതിയില് കേസിന് വിറ്റ്നസ് പറഞ്ഞപ്പോ, സാക്ഷി പറഞ്ഞപ്പോ ഈ കാളി അവിടെ പറഞ്ഞത്, മുസ്ലിങ്ങളിൽപ്പെട്ട കുറച്ചാളുകൾ മുത്താറി കൃഷി നടത്തിയത് മുസ്ലിമീങ്ങളല്ലാത്ത കുറച്ചാളുകൾ വൈരാഗ്യം നിമിത്തം ആ കൃഷി നശിപ്പിക്കാൻ വേണ്ടി വാളും അതുപോലെ കക്കോട്ടും പിക്കാസും ഒക്കെയായി ചെന്ന് കൃഷി വെട്ടി നശിപ്പിക്കുമ്പോൾ 100ഓളം ആളുകൾ കൃഷി നശിപ്പിക്കുന്നു. 10 ചില്ലാനം മുസ്ലിങ്ങൾ അതിനെ തടയാൻ വേണ്ടി ചെന്നപ്പോൾ 100 ചില്ലാനം ആളുകൾ 10ഓളം വരുന്ന മുസ്ലിങ്ങളെ കക്കോട്ട് കൊണ്ടും വാക്കത്തി കൊണ്ടും പിക്കാസ് കൊണ്ടും നേരിട്ടപ്പോ അവരെ പിടിച്ചു നിൽക്കാൻ ഗതിയില്ലാതെ വന്നപ്പോൾ അക്കൂട്ടത്തിലുള്ള ഒരാള് വിളിച്ചു പറയാണ്, യാ ഗൗസ് യാ മുഹയ്യിദ്ദീൻ അഗ്സിനാ, യാ ഗൗസ് യാ മുഹയ്യിദ്ദീൻ
അഗ്സിനാ മുഹയ്യിദ്ദീൻ ശൈഖേ, ഞങ്ങളെ കാക്കണേ സഹായിക്കണേ എന്ന് ആ കൂട്ടത്തിലുള്ള ഒരാള് വിളിച്ചു പറഞ്ഞപ്പോൾ അജബത്തുഹു മുസ്രിഅൻ മിൻ അജ്ലി ദഅവതിഹി, അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവോടെ ഇറങ്ങി വന്നത് എങ്ങനെയാണ്? കാളി എന്ന് പറഞ്ഞൊരു പെണ്ണ് പറയുകയാണ്, മുഹയ്യിദ്ദീൻ ശൈഖേ കാക്കണേ എന്ന് മുസ്ലിമീങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ ഒരു പച്ചക്കുതിരയുടെ മുകളില് ഒരു പച്ച തലയെ കെട്ടിയ ഒരു വ്യക്തി ഒരു പച്ചക്കുതിരയുടെ മുകളിൽ ഇറങ്ങി വന്നിട്ട് ആ കാണുന്ന വൃക്ഷത്തിന്റെ ചുവട്ടിൽ കുതിര നിർത്തി, എന്നിട്ട് കുതിരപ്പുറത്തുനിന്ന് അദ്ദേഹം ചാടിയിറങ്ങി ആ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ശത്രുക്കളെ മുഴുവൻ തന്റെ കയ്യിലുള്ള ആയുധം കൊണ്ട് വെട്ടുകയും കുത്തുകയും ചെയ്തു. മുഹയ്യിദ്ദീൻ എന്ന് പേരുള്ള ഒരാള് ആകാശത്തുനിന്ന് ഇറങ്ങി വന്നിട്ടാണ് ഈ ആളുകളൊക്കെ വെട്ടിയത് എന്ന് കൽപ്പറ്റ കോടതിയിൽ കേസിന് സാക്ഷി പറഞ്ഞപ്പോൾ അവിടുത്തെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പറഞ്ഞു, ആകാശത്തുനിന്ന് ഒരാൾ ഇറങ്ങി വരിക എന്നിട്ട് ഭൂമിയിലുള്ളവരെ കൊത്തുക, അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല, അത് സ്വീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ് ആ കേസ് വെറുതെ വിടുകയാണ് ചെയ്തത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്, അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു നേരിട്ട് ഇറങ്ങി വന്നിട്ട് സഹായം കൊടുത്ത സ്ഥലമാണ് വയനാട് ജില്ലയിലെ ഈ തരുവണ എന്ന് പറയുന്ന സ്ഥലം. അപ്പോ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ നേരിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്, സഹായങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ആത്മീയ സദസ്സിന് ദുആ കൊണ്ട് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട കുഞ്ചിലൻ തങ്ങൾ അവർകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് അവർക്കും നമുക്കും ദീനന്റെ ഖിദ്മത്തിലായി ഏറ്റിത്തരുമാറാവട്ടെ, ആമീനെന്ന് ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ആ മജ്ലിസിൽ അവിടെ ഇരിക്കുക. ഞാന് തങ്ങൾ വന്ന ഉടനെ പ്രസംഗം നിർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ സുദീർഘമായി പ്രസംഗിക്കുന്നില്ല. പ്രസംഗം സുദീർഘമായ പ്രസംഗങ്ങൾ ആവശ്യമാണ്. ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ ജ്യേഷ്ഠനാണ് സയ്യിദ് അബ്ദുറഹിമാൻ ഇമ്പിച്ചുക്കോയ തങ്ങൾ അൽ ബുഖാരി ബായാർ തങ്ങൾ. കഴിഞ്ഞ ബായാർ സലാത്തിന് 4 കൊല്ലമായി തങ്ങൾ എന്നെ ആ സലാത്തിന് ഇങ്ങനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ബായാർ സലാത്തിന് ഞാൻ ആ മജ്ലിസിൽ പോയി. 35 കൊല്ലം മുമ്പേ ഞാൻ ആ ബായാറിൽ പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ ബായാറല്ല, ഇന്നത്തെ ബായാറ്. അന്ന് ഒരു മഹ്ലൂക്ക് ഇല്ലാത്ത ആ സ്ഥലത്ത് ഇന്ന് ആ തങ്ങളുടെ സലാത്തിന്റെ മജ്ലിസിൽ 1,00,000-ലധികം ആളുകളാണ് അന്ന് ബായാർ സലാത്തിന് പങ്കെടുത്തത്. ബഹുമാനപ്പെട്ട ഈ സയ്യിദവർകളും ആ സയ്യിദവർകളും മലപ്പുറം ജില്ലക്കാരാണ്. ഇവിടുന്ന് കുഞ്ചിലത്ത് പോയി സലാത്തിന്റെ ഹൽക്ക തുടങ്ങി. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി, ഒന്നുകൂടി ഉറക്കപ്പറ, മുഹമ്മദ് റസൂലുള്ളാഹി. ഈ ലോകത്തെ ഏറ്റവും ഉറക്കപ്പറയാൻ വേണ്ട, നിങ്ങൾക്ക് ശബ്ദം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെല്ലേണ്ട ഒറ്റ വാചകമേ ഉള്ളൂ, മുഹമ്മദ് റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ റസൂലിന്റെ സലാത്ത് ചൊല്ലിയിട്ട് ശബ്ദം പോവുകയാണെങ്കിൽ എന്റെ ശബ്ദം പോണം. കാരണം ഞാൻ 38 കൊല്ലമായി വാൽ തുടങ്ങി. ഇവിടേക്ക് ഞാൻ 25-30 കൊല്ലം മുമ്പ് വന്ന് വാൽ പറഞ്ഞു പോയ സ്ഥലങ്ങളാണ്. ഈ കേരളത്തിൽ ഞാൻ എത്താത്ത സ്ഥലം വളരെ കുറവാണ്. 5-ാമത്തെ 6-ാമത്തെ 7-ാമത്തെ ഒക്കെ പ്രാവശ്യം പോണ്. ഞാൻ 38 കൊല്ലമായി പ്രസംഗിക്കുന്നു. അള്ളാഹു തൗഫീഖ് ചെയ്തിട്ട് ഇന്നലെയും മിഞ്ഞാന്നും ഇനി പിറ്റന്നാളും ഒക്കെ ഉണ്ട്, കോടതിയുണ്ട്, പ്രസംഗമുണ്ട്, മറ്റുള്ള പരിപാടിയൊക്കെ ഉണ്ട്. തലേദിവസം വാല് കഴിയുമ്പോൾ ചിലപ്പോൾ ശബ്ദം ഉണ്ടാവില്ല. നേരം വെളുത്ത് സുബൈ നിസ്കരിക്കുമ്പോൾ ഫാത്തിഹ ഓതാൻ ചിലപ്പോൾ ശബ്ദം പൊന്തില്ല ഹൽക്കുന്ന്. പക്ഷെ വാലിന്റെ സദസ്സ് കയറിയാൽ ശബ്ദം പഴയ പോലെ ആയിട്ടുണ്ടാവും. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഒന്ന്, നമുക്കൊക്കെ വാല് പറയാൻ വെറുതെ അങ്ങ് തുടങ്ങിയതല്ല. എന്നോട് വാല് പറയാൻ പറഞ്ഞത് വലിയുല്ലാഹി കക്കടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ നവറല്ലാഹു മർക്കദഹു വനഫഅനാ ബിബറകാതിഹി വബിഉലൂമിഹി ഫിദ്ദാറൈൻ ആമീൻ മഹാനവർകളാണ്. എനിക്ക് ഖാദിരിയ റിഫായിയ 2 തരീഖത്തും നൽകുകയും സലാത്തു താജിന്റെ ഇജാസത്ത് നൽകുകയും ചെയ്തത് സയ്യിദ് ഹിബത്തുല്ലാഹിൽ ബുഖാരി തങ്ങളാണ്. എന്നോട് സ്ത്രീകളിൽ നിന്ന് സ്വർണം വാങ്ങിച്ചു വാല് പറയണം നിങ്ങൾ എന്ന് പറഞ്ഞത് കഴിഞ്ഞ 36 കൊല്ലമായി. സ്ത്രീകളുടെ പക്കത്ത് സ്വർണം വാങ്ങി പള്ളി, മദ്രസ, എത്തിങ്ങാൻ, അറബി കോളേജ് എത്രയോ കേറി. അതുകൊണ്ട് 100 പവനും 50 പവനും 200 പവനൊക്കെ ഓരോ സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് ഇജാസത്ത് തന്നത് ബഹുമാനപ്പെട്ട കൈപ്പമംഗലം അബ്ദുൽ കരീം ഹാജി, ബഹുമാനപ്പെട്ട വലിയുല്ലാഹി കൊണ്ടൂർ ഉസ്താദ്, തിരുവേഗപ്പുറ മുഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയ മശായിഖന്മാരാണ്. അപ്പോ ഞാൻ പറയാനുള്ള കാരണം, ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ 28 കൊല്ലമായി സലാത്തു താജ് അതിന്റെ ഇജാസത്തോടെ ചൊല്ലിവരുന്ന ആളാണ്. അത് ഉറക്കെ എല്ലാരെ കൊണ്ട് ചൊല്ലിപ്പിക്കുന്ന ആളാണ്. അപ്പൊ സ്വലാത്ത് ചൊല്ലിയാല്
ഈ ലോകത്തിലെ ഏറ്റവും ഉച്ചത്തിൽ ചെല്ലാൻ അവകാശപ്പെട്ട ഏക കാര്യം അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്താണ്. അപ്പൊ സ്വലാത്ത് ഉറക്കെ ചെല്ലണം. അള്ളാഹിന്റെ റസൂലിന്റെ പേര് കേട്ടാൽ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള സ്വലാത്ത് അത് ഉറക്കെ ചെല്ലണം. ഞാൻ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ സലാത്ത് കൊണ്ട് പിടിച്ചവരാരും തോറ്റിട്ടില്ല. അള്ളാഹു അവരുടെ ദർജ ദുനിയാവിലും ആഖിറത്തിലും വലുതാക്കും. ഇപ്പൊ നമ്മുടെ ഖലീൽ ബുഖാരി തങ്ങള്, എനിക്ക് ഓർമ്മയുണ്ട്, കോടമ്പാറയിൽ ഒരു 10-15 കുട്ടികളെ വെച്ച് ദർസ് നടത്തുന്ന ഒരു ചെറിയ മുദരിസായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ സുന്നത്തി ജമാഅത്തിന്റെ സംഘടനയിലെ പ്രശ്നത്തിന് പേരിൽ തങ്ങൾ അവിടുന്ന് പിരിച്ചുവിട്ടു. തങ്ങൾ ആ ദർശന്ന് പിരിഞ്ഞിട്ട് ഇപ്പൊ മഅദിൻ നഗർ, സലാത്ത് നഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ട് സലാത്താ തുടങ്ങിയത്. അള്ളാഹിന്റെ റസൂലിന്റെ സലാത്താ തുടങ്ങിയത്. ഇന്നാ തങ്ങൾ എവിടെയാ? സുബ്ഹാനല്ലാഹ്, 500 ഏക്കർ സ്ഥലം വിശാലമായി കിടക്കുന്ന മഅദിൻ എന്ന് പറയുന്ന വലിയൊരു സംഭവം തങ്ങൾ അവരുടെ കൈകൊണ്ടുണ്ടായി. 27-ാം രാവിന് തങ്ങളുടെ അവിടെ സലാത്തില് ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ എംപിച്ചുക്കോയ തങ്ങൾ ബായാർ തങ്ങള് ബായാറിന്റെ മലമുകളിൽ പോയി. കുറഞ്ഞ വയസ്സേ ഉള്ളൂ ഇവർക്കൊക്കെ, ചെറുപ്പക്കാരായ സയ്യിദന്മാരാണ്. അവര് തുടങ്ങി. അൽഹംദുലില്ലാഹ് 25-ലധികം ആംബുലൻസാണ് അവിടുത്തെ സലാത്തിന് പത്തനംതിട്ടയിന്ന്, കൊച്ചിയിന്ന്, ഗോവയിന്ന്, മംഗലാപുരത്തുനിന്ന് ഒക്കെ ആംബുലൻസിൽ രോഗികൾ വന്നിരിക്കുകയാണ് തങ്ങളുടെ സലാത്തിന്റെ മജ്ലിസിലേക്ക്. സലാത്ത് കഴിഞ്ഞപ്പോൾ തങ്ങൾ ആംബുലൻസിന്റെ അടുത്ത് ചെന്ന് രോഗികളെ ആസ്വദിപ്പിച്ച് ദുആ ചെയ്തു കൊടുക്കുന്നു. ഈ ബഹുമാനപ്പെട്ട തങ്ങളവർകളെ ഞാൻ കേട്ടിട്ടുണ്ട്, ആദ്യമായിട്ട് കാണുകയാണ് ഈ മജ്ലിസിൽ വെച്ചുകൊണ്ട്. അള്ളാഹു നമുക്ക് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്ത് സമ്പാദിക്കാനും അഹ്ലു ബൈത്തിനോട് ചേർന്ന് നിൽക്കാനും അവരോട് അടുത്ത് നിൽക്കാനും അവരുടെ ഗുരുത്വപൊരുത്തം വാങ്ങാനും അള്ളാഹു തആല നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അവരുടെ ഹബീബ് ഉപ്പാപ്പ, അവരുടെ വല്യുപ്പ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് യാ ജദ്ദി യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന് ഇജാബത്തുണ്ട്. അഹ്മദ് അൽ കബീർ റിഫായി തങ്ങള് റസൂലുള്ളാഹിനെ കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് മദീനത്തെ റൗദയുടെ മുമ്പിൽ ചെന്ന് വിളിച്ചു പറഞ്ഞതെന്താ? അസ്സലാത്തു വസ്സലാമു അലൈക യാ ജദ്ദി യാ റസൂലല്ലാഹ്, എന്റെ വല്യുപ്പയായ നബിയേ, എനിക്ക് അങ്ങയെ ഇപ്പ കാണണം. ഖബർ പൊളിച്ചിട്ട് നിങ്ങൾ ഖബറിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരണമെന്ന് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പേരക്കുട്ടിയായ റിഫായി ശൈഖ് പറഞ്ഞപ്പോൾ ഫി ഹാലത്തിൽ ബുഅദിറു ഫി കുൻതു ഉർസിലുഹാ تقبل الأرض عني وهي نائبتي فهذه نوبة الأشباه قد حضرت فامدد يمينك كي تحظى بها شفتي. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ശരീഫ് 2 കഷ്ടമായി പിളരുകയോ, ആ പിളർന്ന റൗളയിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ ഫഇദൻ അഖറജ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യദഹുൽ മുബാറകത്തുൽ മുഅല്ലമ ഫതഖബ്ബല ശൈഖ് അഹ്മദ് അൽ കബീർ റിഫായി ثم غابت يده സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റൗളയിൽ നിന്ന് റിഫായി ശൈഖ് കൈ കാണിച്ചു കൊടുക്കുകയോ, ആ കയ്യ റസൂലുള്ളാഹി കൈ കാണിച്ചു കൊടുക്കുകയോ, റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു കൈ ചുംബിക്കുകയോ, ثم غابت يده സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ റസൂലുള്ളാഹിന്റെ കയ്യാ റൗദയിലേക്ക് തന്നെ മറഞ്ഞു പോവുകയും ചെയ്തു. ഇത് റിഫായി ശൈഖിനോടുള്ള മഹബത്ത് കൊണ്ട് യാ ജദ്ദി യാ റസൂലുള്ളാഹ്, എന്റെ വല്ലുപ്പയായ റസൂലേ, എനിക്ക് അങ്ങേ ഇപ്പ കാണണമെന്ന് പേരക്കുട്ടി വാശി പിടിച്ചപ്പോ റസൂലുള്ള ഖബറിന്ന് ഇറങ്ങി വരാൻ പാടില്ല. അത് പ്രപഞ്ച നീതിക്കെതിരാ. അള്ളാഹിന്റെ റസൂലിനെ അതിന് കഴിയാണ്ടല്ല, അത് പ്രപഞ്ചത്തിന്റെ നീതിക്കെതിരാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഹബീബായ റസൂലുള്ളാഹി പേരക്കുട്ടിയായ റിഫായി ശൈഖിനെ നിരാശപ്പെടുത്താൻ പാടില്ല. കൈ റൗളയുടെ ഉള്ളിൽ നിന്ന് പുറത്തു കാണിച്ചു. ഇത് സുവ്യക്തമായ സംഭവം. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ആശിഖുർ റസൂലാൻ കടുപ്പപ്പെട്ട കവിത ചൊല്ലിയപ്പോ ഹബീബിന്റെ റൗള ഷരീഫിനെ ബന്ധിച്ചിരുന്ന ചങ്ങല പൊട്ടിച്ചിട്ട് ഉമർ ഖാദിക്ക് കവാടം തുറന്നു കൊടുത്തു. കുഞ്ചിലത്തെ തങ്ങള് കുഞ്ചിലം തങ്ങളായതെങ്ങനെയാണ്? ഒരു വേളയിലാ നമ്മൾ കേൾക്കുന്നത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് മുറുക്കെ പിടിച്ചു. സ്വലാത്ത് മുറുക്കെ പിടിച്ചവൻ ആരായാലും ഒരു സംശയവും വേണ്ട, അയാൾ പരാജയപ്പെടുകയില്ല. ദറജ അല്ലാഹു വർദ്ധിപ്പിക്കും. അപ്പൊ അഹ്ലു ബൈത്താകുമ്പോഴോ അവർ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളാ. അള്ളാഹിന്റെ റസൂലിന്റെ ശരീരത്തിൽ ഓടിയ അതേ ചോരയാണ് അവരുടെ ശരീരത്തിലൂടെ പാസ് ചെയ്യുന്നത്. ആ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികൾ നടത്തുമ്പോഴോ അവരുടെ ദറജ
നമ്മുടേനേക്കാൾ ലക്ഷക്കണക്കിന് 10 മടങ്ങ് ദർജയായി വരും. അതാണ് ബായാർ സലാത്തും കുഞ്ചിലത്തെ തങ്ങളുടെ സലാത്തിലും ആളുകൾ പങ്കെടുക്കുന്നു. രോഗങ്ങൾ മാറുന്നു, ക്യാൻസർ മാറുന്നു, കുഷ്ഠരോഗം മാറുന്നു, എയ്ഡ്സ് മാറുന്നു, കിഡ്നിയുടെ രോഗം മാറുന്നു, ബ്രെയിൻ ട്യൂമർ മാറുന്നു, കണ്ണിന് കാഴ്ചയില്ലാത്തവർക്ക് കണ്ണ് കാഴ്ച കിട്ടുന്നു, പ്രസവിക്കാത്ത പെണ്ണുങ്ങൾ പ്രസവിക്കുന്നു. അത് സലാത്തിന്റെ ബർക്കത്താ. അതും കിട്ടും, അതിലപ്പുറം കിട്ടും. സലാത്ത് കൊണ്ട് നേടാത്ത ഒന്നുമില്ല. ബാക്കിയൊക്കെ തങ്ങൾ പറഞ്ഞോളുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളോട് സമ്മതം ചോദിക്കുകയാണ്. അൽഹംദുലില്ലാ, തങ്ങളവർകൾ ഇവിടെ എത്തി. നേരത്തെ ഉസ്താദും പ്രസംഗിച്ചിട്ടുണ്ട് കുറച്ചു കാര്യം. എനിക്ക് കിട്ടിയ സമയം കൊണ്ട് ഞാനും കുറച്ചു കാര്യം പ്രസംഗിച്ചിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്ത് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. ഒരുപാട് ആളുകൾ, വേദന അനുഭവിക്കുന്നവർ, രോഗമുള്ളവർ, വിഷമിക്കുന്നവർ, കഷ്ടത അനുഭവിക്കുന്നവരൊക്കെ ഈ മജ്ലിസിലുണ്ടാവും. തങ്ങളുപ്പാപ്പ ഇവിടെ ഇരിക്കുന്നുണ്ട്. പ്രത്യേകം നിയ്യത്തുള്ളവർ, നിങ്ങൾക്ക് ഹദിയയോ സദഖയോ നിയ്യത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു കടലാസിലോ സംഘാടകരുടെ പക്ഷോ എഴുതിയിട്ടോ എഴുതാതെയോ തങ്ങളുപ്പാപ്പാന്റെ ഈ ഹദ്റത്തിലേക്ക് കൊടുത്തുവിട്ട് ദുആയിൽ അതുകൂടി ഉൾപ്പെടുത്തണമെന്ന് വിനയപുരസ്സരം ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും സഹോദരിമാരോടും ആവശ്യപ്പെടുകയാണ്. അർഹമുർ-റഹീമായ റബ്ബ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഇന്ന് ഈ പരിപാടി ഇവിടെ നടത്താൻ